ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അടുത്ത വാർത്തയിലേക്ക് പോകേണ്ട സമയമായി. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. 6 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ജാർഖണ്ഡിന് മുകളിൽ രൂപപ്പെട്ടൊരു ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനമാണ് മഴ ശക്തമാകാനുള്ള കാരണം. MG പ്രതീഷ് ഉണ്ട് നമുക്കൊപ്പം. പ്രതീക്ഷ, ഇപ്പോൾ ഈ തിരുവോണ ദിവസം അത് മഴയിൽ മുങ്ങുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ടായിരുന്നു കുറേ ദിവസങ്ങളായി. ഇന്നത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ചർച്ചയൊക്കെ നമ്മൾ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? ഇപ്പോൾ രാവിലെ തന്നെ പ്രതീക്ഷ പറഞ്ഞു ചെറിയൊരു ചാറ്റൽ മഴ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, കാണുന്നുണ്ടെന്ന്. എന്താണ് ഇപ്പോൾ ഇന്നത്തെ ഒരു കാലാവസ്ഥ എങ്ങനെയായിരിക്കും പ്രതീക്ഷ? ഷിഹാസ്, ശ്രുതി, തിരുവോണ ദിനം മഴ കൊണ്ടുപോകുമോ എന്നുള്ള ഒരു ആശങ്ക എല്ലാവരെ സംബന്ധിച്ചുമുണ്ട്. കാരണം ഇന്ന് ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. മഴ മുന്നറിയിപ്പ് ഇല്ലാത്ത ജില്ലകളിൽ പോലും ഒറ്റപ്പെട്ട മഴയുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക കരുതൽ ഈ കാലാവസ്ഥയുടെ കാര്യത്തിൽ വേണം എന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ കൂടിയും ഇന്നലെ രാത്രി മുഴുവൻ നല്ല മഴയായിരുന്നു. ഇന്ന് രാവിലെയും ഒറ്റപ്പെട്ട ചാറ്റൽ മഴ തിരുവനന്തപുരത്ത് നഗര മേഖലകളിലൊക്കെ തന്നെ ഉണ്ട്. നാളെ മുതൽ ഈ മഴ മാറും എന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. നാളെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിൽ നൽകിയിട്ടില്ല. പക്ഷേ 10 മണിക്ക് വരുന്ന പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഈ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജാർഖണ്ഡിന് മുന്നിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദമാണ് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് കാരണമായി മാറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കാറ്റിനുൾപ്പെടെ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലകളിലുള്ളവരും തീരമേഖലയിലുള്ളവരും ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ്. കാരണം തീരമേഖലകളിൽ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ ഉയർന്ന തിരമാല ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധന തൊഴിലാളികളും ഒരു ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുന്നത്. ശരി, MG പ്രതീക്ഷാണ് വിശദമായി തന്നെ ഇപ്പോൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാലാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്.